അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സെൻസസ് ഓഫ് ഇന്ത്യ ആൻഡ് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. സെൻസസ് ഓഫ് ഇന്ത്യ ആൻഡ് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. In India, the census was regularly conducted once in every 10 years. ഇന്ത്യയില് ഓരോ 10 വർഷം കഴിയുമ്പോഴും സെൻസസ് കൃത്യമായിട്ട് എടുക്കുന്നു. സിൻസ് 1881 എന്നു മുതൽ 1881 മുതൽ. അപ്പൊ ഫസ്റ്റ് ഫീച്ചർ, ഇൻ ഇന്ത്യ സെൻസസ് വാസ് റെഗുലർലി കണ്ടക്റ്റഡ് വൺസ് in every 10 years since 1881. മലയാളത്തില് 1881 മുതൽ ഇന്ത്യയില് കൃത്യമായിട്ടും ഓരോ 10 വർഷം കൂടുമ്പോഴും സെൻസസ് അല്ലെങ്കിൽ സ്ഥിതി വിവര കണക്കെടുക്കാറുണ്ട്. ഇംഗ്ലീഷ് പറഞ്ഞു പഠിക്കണം. ഇൻ ഇന്ത്യ the census was conducted regularly once in every 10 years since 1881. Another, the first census after independence was in 1951. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യയിൽ സെൻസസ് ഫസ്റ്റ് എടുത്തത് 51. രണ്ട് ഫീച്ചർ. ഇൻ ഇന്ത്യ സെൻസസ് വാസ് റെഗുലർലി കണ്ടക്റ്റഡ് വൺസ് ഇൻ എവരി 10 years since 1881. And the first census after independence was in 1951. The census collect information. Census collect information. വിവരങ്ങൾ എടുക്കുന്നു about ആരെപ്പറ്റി? Various aspects of population. ജനസംഖ്യയുടെ വിവിധ കാര്യങ്ങൾ ലൈക്ക് ലിറ്ററസി സാക്ഷരതാ നിരക്ക്, സെക്സ് റേഷ്യോ സ്ത്രീ പുരുഷ അനുപാതം, ഡെൻസിറ്റി ജനസാന്ദ്രത. അപ്പൊ സെൻസസ് കളക്ട് ഇൻഫർമേഷൻ. സെൻസസിനകത്ത് വിവരങ്ങൾ ശേഖരിക്കുന്നു എബൌട്ട് ആരെ പറ്റി? പോപ്പുലേഷനെ പറ്റി. പോപ്പുലേഷന്റെ ആസ്പെക്ട് ഭാഗങ്ങളായ ലിറ്ററസി സാക്ഷരതാ നിരക്ക്, സെക്സ് റേഷ്യോ സ്ത്രീ പുരുഷ അനുപാതം, ഡെൻസിറ്റി ജനസാന്ദ്രത, ഇവരെയൊക്കെ പറ്റി എടുക്കുന്ന വിവരങ്ങൾ, അതാണ് സെൻസസ്. അപ്പൊ 3 പോയിന്റ് ഒന്നുകൂടെ. ഇൻ ഇന്ത്യ ദ സെൻസസ് വാസ് റെഗുലർലി കണ്ടക്റ്റഡ് വൺസ് ഇൻ എവരി 10 years സിൻസ് മുതൽ 1881. രണ്ട്, ദ ഫസ്റ്റ് സെൻസസ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് വാസ് ഇൻ 1951. ആദ്യത്തെ സെൻസസ് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം തുടങ്ങിയത് 51-ലാണ്, 1951. ഇനി വാട്ട് ഈസ് സെൻസസ്? സെൻസസ് കളക്ട് ഇൻഫർമേഷൻ എബൌട്ട് വേരിയസ് ആസ്പെക്ട് ഓഫ് പോപ്പുലേഷൻ ലൈക്ക് ലിറ്ററസി, സെക്സ് റേഷ്യോ, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. അപ്പൊ സെൻസസിനകത്ത് വിവരങ്ങൾ ശേഖരിക്കുന്നു ജനസംഖ്യയുടെ വിവിധ ഭാഗങ്ങളായ അല്ലെങ്കിൽ വിവിധ ആസ്പെക്റ്റുകൾ ആയ ലിറ്ററസി, സെക്സ് റേഷ്യോ, ഡെൻസിറ്റി. ദ ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടന്റ് ഏജൻസീസ്. താഴെ പറയുന്നവരാണ് അറ്റ് നാഷണൽ ലെവൽ ദേശീയ തലത്തിൽ ടു കളക്ട് ശേഖരിക്കുന്നതും പ്രോസസ് പ്രക്രിയയിൽ ഏർപ്പെടുത്തുന്നതും ടാബുലേറ്റ് ചെയ്യുന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. താഴെ പറയുന്ന ഏജൻസികളാണ് ഡേറ്റകൾ കണക്കുകൾ ശേഖരിക്കുന്നത്. ഡേറ്റ കളക്ട്, പ്രോസസ് ആൻഡ് ടാബുലേറ്റ് ആർ ദി ഫോളോയിങ്. ഒന്ന്, NSSO നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. രണ്ട്, CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. മൂന്ന്, RGI രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ. നാല്, DGCIS ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കൊമേഴ്സ്യൽ ഇന്റലിജൻസ് സ്റ്റാറ്റിസ്റ്റിക്സ്. DGCIയുടെ ഫുൾ നെയിം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കൊമേഴ്സ്യൽ ഇന്റലിജൻസ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ വാട്ട് ആർ ദ ഏജൻസീസ്? The following are the
important agencies at national level to collect information about various aspects of population. Following are the important agencies ആണെങ്കിൽ നാഷണൽ ലെവലില് NSSO, CSO, RGI, DGCIS. What is census and sample survey? In India, the census was regularly conducted once in every 10 years since 1881. The first census after independence was in 1951. The census collect information about various aspects of population like literacy, sex ratio, density. Literacy സാക്ഷരതാ നിരക്കിനെ പറ്റി, സെക്സ് റേഷ്യോ സ്ത്രീ പുരുഷ അനുപാതത്തെ പറ്റി, ഡെൻസിറ്റി ജനസാന്ദ്രതയെ പറ്റി ഒക്കെ കണക്കുകൾ എടുക്കുന്നു. താഴെ പറയുന്നവരാണ് ഈ ഡേറ്റകൾ കളക്ട് ചെയ്യുന്നതും പ്രോസസ് ചെയ്യുന്നതും ടാബ്ലേറ്റ് ചെയ്യുന്നതും. അവരാരൊക്കെയെന്ന് ചോദിച്ചാൽ NSSO ഫുൾ നെയിം നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ, CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, RGI Registrar General of India, DGCIS Directorate General of Commercial Intelligence Statistics. അപ്പോൾ ഒന്നുകൂടെ പടി. What is census of India and NSSO? In India, census was regularly conducted once in every 10 years since 1881. ഇന്ത്യയില് ഓരോ 10 വർഷം കൂടുമ്പോഴും സെൻസസ് എടുക്കുന്നു 1881 ശേഷം. The first population census after independence was ഇന്ത്യയില് ആദ്യമായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എടുത്ത സെൻസസ് എന്ന് പറയുന്നത് 51-ലാണ്. The census collect information about various aspects of population like literacy, സെക്സ് റേഷ്യോ, ഡെൻസിറ്റി. ലിറ്ററസി സാക്ഷരതയെ പറ്റിയുള്ള കണക്കെടുക്കുന്നു, സെക്സ് റേഷ്യോ സ്ത്രീ പുരുഷ അനുപാതത്തെ പറ്റി എടുക്കുന്നു, ഡെൻസിറ്റി നമ്മുടെ ജനസാന്ദ്രത. ഫോളോയിങ് ആണ് താഴെ പറയുന്നവരാണ് ഇമ്പോർട്ടന്റ് ഏജൻസീസ് അറ്റ് നാഷണൽ ലെവൽ ടു കളക്ട്, പ്രോസസ് ആൻഡ് ടാബുലേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. They are NSSO full name National Sample Survey Organization, CSO Central Statistical Organization, RGI Registrar General of India, DGCIS Directorate General of Commercial Intelligence Statistics. അടുത്ത ക്വസ്റ്റ്യൻ നമ്പറാണ് പൈലറ്റ് സർവേ. വാട്ട് ഈസ് പൈലറ്റ് സർവേ? പൈലറ്റ് സർവേയുടെ മലയാളം ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. എ ലാർജ് സ്കെയിൽ സ്റ്റഡി, ഒരു വൻ തോതിലുള്ള പഠിത്തം, അല്ലെങ്കിൽ എ ട്രൈ ഔട്ട് വിത്ത് എ സ്മാൾ ഗ്രൂപ്പ് ഈസ് കണ്ടക്ടഡ്. വലിയൊരു പഠിത്തം നടത്തുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ പഠനം കണ്ടക്ട് ചെയ്യുന്നു, സംഘടിപ്പിക്കുന്നു. ബിഫോർ ലാർജ് സ്കെയിൽ സർവേ, ഏതിന് മുകളിലായിട്ട്, ഏതിന് മുമ്പായിട്ട്? അപ്പൊ ഒരു വൻതോതിലുള്ള പഠിത്തം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചെറിയ തോതിലൊരു വിശകലനം നടത്തുന്നതിനാണ് പൈലറ്റ് സർവേ. അപ്പൊ എ സ്മാൾ സ്കെയിൽ സ്റ്റഡി, ഒരു ചെറിയ പഠനം, അല്ലെങ്കിൽ എ ട്രൈ ഔട്ട് വിത്ത് എ സ്മാൾ ഗ്രൂപ്പ്, ഒരു ചെറിയ ഗ്രൂപ്പിനെ എടുത്ത് കണ്ടക്ട് ചെയ്ത് പഠിക്കുന്നു. ബിഫോർ ലാർജ് സ്കെയിൽ സർവേ, മുമ്പായിട്ട്, ലാർജ് സ്കെയിൽ സർവേക്ക് മുൻപായിട്ട് ഒരു ചെറിയ പഠനം നടത്തുന്നതിനാണ് പൈലറ്റ് സർവേ. അപ്പൊ ഇതാണ് സെന്റൻസ്. എ സ്മാൾ സ്കെയിൽ സ്റ്റഡി അല്ലെങ്കിൽ എ ട്രൈ ഔട്ട് വിത്ത് എ സ്മാൾ ഗ്രൂപ്പ് ഈസ് കണ്ടക്ടഡ് ബിഫോർ ലാർജ് സ്കെയിൽ സർവേ. ലാർജ് സ്കെയിൽ സർവേ അല്ലെങ്കിൽ സ്റ്റഡി നടത്തുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ ഗ്രൂപ്പിനെ എടുത്ത് പഠിക്കുന്നതിനാണ് പൈലറ്റ് സർവേ. അപ്പൊ ഈ ഒരു സെന്റൻസ് ആണ് എന്റെ മീനിങ്. എ സ്മാൾ സ്കെയിൽ സർവേ അല്ലെങ്കിൽ സ്റ്റഡി or a tryout with a small group is conducted before large scale survey is called pilot survey. A small scale study or a tryout with a small group is conducted before large scale study or large scale survey is called
പൈലറ്റ് സർവേ. മലയാളത്തില് ഒരു വൻതോതിലുള്ള പഠിത്തം നടത്തുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ ഗ്രൂപ്പിനെ എടുത്ത് വിശകലനം ചെയ്യുന്നതിനാണ് പൈലറ്റ് സർവേ. ഇംഗ്ലീഷില് എ സ്മാൾ സ്കെയിൽ സർവേ അല്ലെങ്കിൽ സ്റ്റഡി or a tryout with a small group is conducted before a large scale survey അല്ലെങ്കിൽ large scale study is called pilot survey. What are the advantages of pilot survey? One, our advantage ആണ്. One advantage means ഗുണങ്ങൾ. One, pilot survey will help you to pre-test the suitability of questions. ചോദ്യങ്ങളുടെ അനുയോജ്യത എത്ര എന്ന് മുൻകൂട്ടി പരിശോധിക്കാൻ കഴിയുന്നു. ഇംഗ്ലീഷില് പൈലറ്റ് സർവേ വിൽ ഹെൽപ്പ് ഇറ്റ് ടു പ്രീ ടെസ്റ്റ്, മുൻകൂട്ടി പരിശോധിക്കാം. ദ സ്യൂട്ടബിലിറ്റി, അനുയോജ്യത ക്വസ്റ്റ്യൻസ്. അപ്പൊ ചോദ്യങ്ങളുടെ അനുയോജ്യത എത്ര എന്ന് മുൻകൂട്ടി അറിയുന്നതിന് സഹായിക്കുന്നു പൈലറ്റ് സർവേ. അപ്പൊ ഫസ്റ്റ് അഡ്വാൻറ്റേജ്, പൈലറ്റ് സർവേ വിൽ ഹെൽപ്പ് ഇറ്റ് ടു പ്രീ ടെസ്റ്റ് ദ സ്യൂട്ടബിലിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ്. ചോദ്യങ്ങളുടെ അനുയോജ്യത മുൻകൂട്ടി പരിശോധിക്കുന്നതിന് PS അല്ലെങ്കിൽ പൈലറ്റ് സർവേ സഹായിക്കും. ഫസ്റ്റ് അഡ്വാൻറ്റേജ്, പൈലറ്റ് സർവേ വിൽ ഹെൽപ്പ് ഇറ്റ് ടു പ്രീ ടെസ്റ്റ് ദ സ്യൂട്ടബിലിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ്. രണ്ട്, പൈലറ്റ് സർവേ വിൽ ഹെൽപ്പ് ഇറ്റ് ടു അവോയ്ഡ് അൺഫോർസീൻ പ്രോബ്ലംസ്. മുൻകൂട്ടി കാണാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് പൈലറ്റ് സർവേ സഹായിക്കും. രണ്ട് അഡ്വാൻറ്റേജ്, pilot survey will help it to pre-test the suitability of questions. രണ്ട്, pilot survey will help it to avoid unforeseen problems. മൂന്ന്, performance of the enumerator. enumeratorയുടെ പ്രായോഗികത എത്ര can be analyzed with the help of pilot survey. പൈലറ്റ് സർവേയുടെ സഹായത്തോടു കൂടി എന്യൂമറേറ്റർമാർക്കുള്ള പ്രതികരണക്ഷമത അല്ലെങ്കിൽ അവരുടെ യോഗ്യത അളക്കുന്നതിന് സഹായിക്കും. അവരുടെ പെർഫോമൻസ്, പ്രകടനം അളക്കുന്നതിന് സഹായിക്കും. ത്രീ അഡ്വാൻറ്റേജ്. വൺ, പൈലറ്റ് സർവേ വിൽ ഹെൽപ്പ് ഇറ്റ് ടു അവോയ്ഡ് അൺഫോർസീൻ പ്രോബ്ലംസ്. പൈലറ്റ് സർവേ വിൽ ഹെൽപ്പ് ഇറ്റ് ടു പ്രീ ടെസ്റ്റ് ദ സ്യൂട്ടബിലിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ്. പെർഫോമൻസ് ഓഫ് ദ എന്യൂമറേറ്റർ ക്യാൻ ബി അനലൈസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പൈലറ്റ് സർവേ. എന്യൂമറേറ്റർമാരുടെ പ്രാവീണ്യം എത്ര എന്ന് അളക്കുന്നതിന് അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്നതിന് പൈലറ്റ് സർവേ സഹായിക്കും. നാല്, പൈലറ്റ് സർവേ വിൽ ഹെൽപ്പ് ഇറ്റ് ടു നോ ദ റിയാക്ഷൻസ് ഓഫ് ദ റെസ്പോണ്ടന്റ്. റെസ്പോണ്ടന്റിന്റെ പ്രതികരണങ്ങൾ എത്ര എന്നറിയുന്നതിന് പൈലറ്റ് സർവേ സഹായിക്കും. അഞ്ച്, പൈലറ്റ് സർവേ വിൽ ഹെൽപ്പ് ഇറ്റ് ടു കാൽക്കുലേറ്റ് ദ ടൈം ആൻഡ് കോസ്റ്റ്. സമയം എത്ര, ചെലവെത്ര എന്നറിയുന്നതിന് പൈലറ്റ് സർവേ സഹായിക്കും. ആറ്, പൈലറ്റ് സർവേ വിൽ ഹെൽപ്പ് ഇറ്റ് ടു നോ ദ ഷോർട്ട്കമിങ്സ്. ഷോർട്ട്കമിങ് മീൻസ് ഡിഫക്റ്റ്, പോരായ്മകൾ എന്നതിന്റെ ക്വസ്റ്റ്യൻ, ചോദ്യങ്ങൾ. അപ്പൊ ചോദ്യങ്ങളുടെ അനുയോജ്യത ഇല്ലായ്മ എത്ര എന്നറിയുന്നതിന്, ചോദ്യങ്ങൾക്കുണ്ടാവുന്ന ഡിഫക്റ്റ്, പോരായ്മ എത്ര എന്നറിയുന്നതിനും പൈലറ്റ് സർവേ സഹായിക്കും. അഡ്വാൻറ്റേജിൽ 6 ഒന്ന്, പൈലറ്റ് സർവേ വിൽ ഹെൽപ്പ് ഇറ്റ് ടു പ്രീ ടെസ്റ്റ് ദ സ്യൂട്ടബിലിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ്. രണ്ട്, പൈലറ്റ് സർവേ വിൽ ഹെൽപ്പ് ഇറ്റ് ടു അവോയ്ഡ് അൺഫോർസീൻ പ്രോബ്ലംസ്. മൂന്ന്, പെർഫോമൻസ് ഓഫ് ദ എന്യൂമറേറ്റർ ക്യാൻ ബി അനലൈസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പൈലറ്റ് സർവേ. നാല്, പൈലറ്റ് സർവേ വിൽ ഹെൽപ്പ് ഇറ്റ് ടു നോ ദ റിയാക്ഷൻസ് ഓഫ് ദ റെസ്പോണ്ടന്റ്. അഞ്ച്, പൈലറ്റ് സർവേ വിൽ ഹെൽപ്പ് ഇറ്റ് ടു നോ the time and the cost, means amount of time and amount of expense. Next, pilot survey will help you to know the shortcomings or defect of questions. ചോദ്യങ്ങളുടെ പോരായ്മ എത്ര എന്നറിയുന്നതിനും സഹായിക്കും. What is pilot survey? What are the advantages? ഒന്നുകൂടെ, a small scale survey study or a tryout with a small scale group, small group is conducted before large scale survey. ഒരു ലാർജ് സ്കെയിൽ സർവേ, ഒരു വൻതോതിലുള്ള സർവേ നടത്തുന്നതിന് മുമ്പായിട്ട് ചെറിയ തോതിൽ ചില ഗ്രൂപ്പുകളെ എടുത്ത് പഠിക്കുന്നതിന് അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്നതിനാണ് പൈലറ്റ് സർവേ. എ സ്മാൾ സ്കെയിൽ സ്റ്റഡി ഓർ എ ട്രൈഔട്ട് വിത്ത് എ സ്മാൾ ഗ്രൂപ്പ് ഈസ് കണ്ടക്ടഡ് ബിഫോർ, ഇതിനു മുമ്പായിട്ട് ലാർജ് സ്കെയിൽ സർവേ ഈസ് കാൾഡ് പൈലറ്റ് സർവേ. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? ഒന്ന്,
Pilot survey will help it to pre-test the suitability of questions. 2. Pilot survey will help it to avoid unforeseen problems. 3. Performance of the enumerator can be analyzed with the help of pilot survey. 4. Pilot survey will help you to know the reactions of the respondent. 5. Pilot survey will help you to know time and cost. 6. Pilot survey will help you to know the shortcomings or defect of the questions. So what is pilot survey? A small scale study and survey or a tryout with a small group is conducted before a large scale survey is called pilot survey. What are the advantages? Pilot survey will help it to pre-test the suitability of questions. Pilot survey will help it to avoid unforeseen problems. Performance of the enumerator can be analyzed with the help of pilot survey. 4. Pilot survey will help you to know the reactions of the respondent. 5. Pilot survey will help you to know the time and cost. 6. Pilot survey will help you to test, help you to know the shortcomings. Shortcoming in defect of questions. So what is pilot survey? What are the advantages? அடுத்த question, variables and attributes. What is variable? What is attributes? A characteristic that can be expressed quantitatively. A characteristic that can be expressed quantitatively are called variables. Quantitative മെഷർമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ക്യാരക്ടർ അല്ലെങ്കിൽ സ്വഭാവം വിവരിക്കുന്നതെങ്കിൽ that is called variables. A characteristic ഏതൊന്നിന്റെ സ്വഭാവമാണോ ക്വാണ്ടിറ്റേറ്റീവ്ലി അളവിന്റെ അടിസ്ഥാനത്തിൽ എക്സ്പ്രസ് പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്നുവെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് വേരിയബിൾസ്. വാട്ട് ഈസ് വേരിയബിൾ? എ ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി ഈസ് കാൾഡ് വേരിയബിൾസ്. അതേപോലെ എ ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ക്വാളിറ്റേറ്റീവ്ലി ഈസ് കാൾഡ് attributes. അപ്പോൾ what is attribute? What is variable? ഏതൊന്നിന്റെ സ്വഭാവമാണോ ഗണിതപരമായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ് നടത്തുന്നെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് വേരിയബിൾ. ഏതൊന്നിന്റെ സ്വഭാവമാണോ ക്വാളിറ്റികളുടെ അടിസ്ഥാനത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് ആട്രിബ്യൂട്ട്സ്. അപ്പൊ എ ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി ഈസ് കാൾഡ് വേരിയബിൾസ്. എ ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് qualitatively is called attributes. The classification of data on the basis of variables is called quantitative classification. What is quantitative classification? A characteristic that can be classification of data. A characteristic that can be expressed quantitatively is called variables. അതേപോലെ the classification of data on ഈ വേരിയബിളിന്റെ അടിസ്ഥാനത്തിൽ ഡേറ്റ ക്ലാസിഫൈ ആണെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ വാട്ട് ഈസ് ക്വാണ്ടിറ്റേറ്റീവ്? ഇതേ സെന്റൻസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ ഓൺ ആട്രിബ്യൂട്ട്സ് ഈസ് കാൾഡ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഒന്നുകൂടെ പഠിക്കണം. വാട്ട് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ, വാട്ട് ഈസ് വേരിയബിൾ ആൻഡ് വാട്ട് ഈസ് ആട്രിബ്യൂട്ട്. അത് കഴിഞ്ഞിട്ട് വാട്ട് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, വാട്ട് ഈസ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. 4 സെന്റൻസ് ആണ്. എ ക്യാരക്ടറിസ്റ്റിക് that can be expressed quantitatively is called variable. അതേപോലെ a characteristic that can be expressed qualitatively is called attributes. ഇത് തന്നെയാണ് വീണ്ടും. The classification of data on the basis of variableന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പേര് quantitative. ഇതേ classification of data attributesന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ that is called qualitative. അപ്പോൾ 4 ചോദ്യങ്ങള്. വേരിയബിൾസ് എന്നാൽ എന്ത്, ആട്രിബ്യൂട്ട്സ് എന്നാൽ എന്ത്, അതേപോലെ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്നാൽ എന്ത്, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. 4 ഒന്നുകൂടെ പറയാം. എ ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി ഈസ് കാൾഡ് വേരിയബിൾസ്. അതേപോലെ എ ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ക്വാളിറ്റേറ്റീവ്ലി ഈസ് കാൾഡ് ആട്രിബ്യൂട്ട്സ്. വാട്ട് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ? വാട്ട് ഈസ് ക്വാളിറ്റേറ്റീവ്? ഈ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ ഓൺ ദ ബേസ് ഓഫ് വേരിയബിൾസ്
are called quantitative classification. അതേപോലെ the classification of data on the basis of attributes is called qualitative classification. അപ്പൊ നാലെണ്ണം പഠിക്കണേ, നിങ്ങൾ മറന്നു വരുന്നത് മാറിപ്പോരുത്. A characteristic that can be expressed quantitatively is called variables. A characteristic that can be expressed qualitatively is called attributes. അതേപോലെ രണ്ട് ക്ലാസിഫിക്കേഷൻ. The classification of data on the basis of variables ആണെങ്കിൽ that is called quantitative classification. അതേപോലെ the classification of data on the basis of attributes ആണെങ്കിൽ that is called qualitative classification. അപ്പൊ 4 സെന്റൻസ് ഒന്നുകൂടെ പറയാം. What is variable? What is attribute? A characteristic that can be expressed quantitatively is called variables. A characteristic that can be expressed qualitatively is called attributes. What is quantitative classification? What is qualitative classification? The classification of data on the basis of variables is called quantitative classification. The classification of data on the basis of attributes is called qualitative classification. നാല് തിരിഞ്ഞു വരുന്നത് ഒന്നുകൂടെ. ആദ്യം what is variable, what is attribute? A characteristic that can be expressed quantitatively is called variables. A characteristic that can be expressed qualitatively is called attributes. The classification of data on the basis of variables is called quantitative classification. The classification of data on the basis of attributes is called qualitative classification. Appo a characteristic that can be expressed quantitatively is called variable. A characteristic that can be expressed qualitatively is called attributes. What is quantitative classification? The classification of data on the basis of variables is called quantitative classification. The classification of data on the basis of attributes is called qualitative classification. So what is temporal classification? അല്ലെങ്കിൽ വേറെ പേര് chronological classification. Temporal classification or chronological classification. ഒരു സെന്റൻസ് മാത്രമേ ആൻസർ ഉള്ളൂ. The classification of data on the basis of time is called temporal classification. ഈ വാക്കാണ് പ്രധാനം, time. What is chronological or temporal? The classification of data on the basis of time. സമയത്തിന്റെ അടിസ്ഥാനത്തിൽ ഡേറ്റ ക്ലാസിഫൈ തരംതിരിക്കുകയാണെങ്കിൽ that is called temporal classification or chronological classification. The classification of data on the basis of time is called temporal classification or chronological classification. ഇവിടെ ഈ ടൈം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവേഴ്സ് മണിക്കൂറുകളെ ആവാം, ഡേയ്സ് ദിവസങ്ങളെ ആവാം, വീക്സ് ആഴ്ചകളെ ആവാം, മന്ത് മാസങ്ങളെ ആവാം, ഇയേഴ്സ്. ഇതാണ് ടൈം. അപ്പൊ ടൈമിന്റെ അടിസ്ഥാനത്തിൽ ഡേറ്റ ക്ലാസിഫൈ ആണെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് ടെമ്പറൽ ക്ലാസിഫിക്കേഷൻ ഓർ chronological classification. What is chronological? The classification of data on the basis of time is called chronological classification or temporal classification. Example: hours, days, week, month, year. What is spatial classification? Spatial classification means classification of data on the basis of geographical areas. ഈ വാക്കാണ് പ്രധാനം. ജോഗ്രഫിക്കൽ ഏരിയയുടെ അടിസ്ഥാനത്തിൽ, ഭൂമിശാസ്ത്രപരമായ ഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ തരംതിരിക്കുകയാണെങ്കിൽ that is called spatial classification. The classification of data on the basis of geographical areas is called or are called spatial classification. ആ ജോഗ്രഫിക്കൽ ഏരിയയുടെ എക്സാമ്പിൾ കൺട്രീസ് ആവാം, സ്റ്റേറ്റ് ആവാം, സിറ്റീസ് ആവാം, ഡിസ്ട്രിക്റ്റ്. ഇതാണ് ഇവിടുത്തെ ജോഗ്രഫിക്കൽ ഏരിയ. അപ്പൊ രണ്ട് തിരിയത്. വാട്ട് ഈസ് ടെമ്പറൽ ക്ലാസിഫിക്കേഷൻ ഓർ chronological classification? The classification of data on the basis of time is called temporal classification. Example: hours, days, week, month, year. What is spatial classification? The classification of data
on the basis of geographical areas is called spatial classification. Our example, countries, state, cities, district. Our two students മാത്രമുള്ള രണ്ട് question. What is temporal classification? What is spatial classification? ഒന്നുകൂടെ. The classification of data on the basis of time is called temporal classification or chronological classification. Time may be hours, days, week, month, years. What is spatial classification? Classification of data on the basis of geographical areas are called spatial classification. Example, countries, state, cities, district, etc. അടുത്ത ക്വസ്റ്റ്യൻ വരെ. What are the functional part of a statistical table? ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിന്റെ വിവിധ ഭാഗങ്ങൾ ഏവ? പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, ടേബിൾ നമ്പർ. ഇതിന്റെ ഓർഡർ തന്നെ പഠിച്ചു വെക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇടയ്ക്ക് മറക്കി ഒരു മാച്ചിട്ട് വരും, അപ്പോഴേ ഓർമ്മിച്ചോളൂ. ടേബിൾ നമ്പർ, ടൈറ്റിൽ, ക്യാപ്ഷൻ അല്ലെങ്കിൽ കോളം ഹെഡിങ്, സ്റ്റെപ്പ് അല്ലെങ്കിൽ റാ ഹെഡിങ്, ബോഡി ഓഫ് ദ ടേബിള്, യൂണിറ്റ് ഓഫ് മെഷർമെന്റ്, സോഴ്സ് നോട്ട്, ഫൂട്ട് നോട്ട്. ഇതിന്റെ ഓർഡർ തന്നെ പഠിക്കണം. ഇതിന്റെ മലയാളത്തിലെ ഇതുപോലെ തന്നെയാണ്, ഇംഗ്ലീഷ് തന്നെയാണ്. ടേബിൾ നമ്പർ, ടൈറ്റിൽ, ക്യാപ്ഷൻ അല്ലെങ്കിൽ കോളം ഹെഡിങ്, സ്റ്റബ് അല്ലെങ്കിൽ റാ ഹെഡിങ്സ്, ബോഡി ഓഫ് ദ ടേബിള്, യൂണിറ്റ് ഓഫ് മെഷർമെന്റ്, സോഴ്സ് നോട്ട്, ഫൂട്ട് നോട്ട്. So what are the parts of a statistical table? What are the functional part of a statistical table എന്ന് വെച്ചാല്, ഒന്ന്, കറക്റ്റ് ആയിട്ട് ടേബിൾ നമ്പർ, രണ്ട്, ടൈറ്റിൽ എന്നായിരിക്കും, മൂന്ന്, ക്യാപ്ഷൻ, നാലാമത്തെ സ്റ്റബ്, അഞ്ച്, ബോഡി ഓഫ് ദ ടേബിൾ, ആറ്, യൂണിറ്റ് ഓഫ് മെഷർമെന്റ്, ഏഴ്, സോഴ്സ് നോട്ട്, എട്ട്, ഫൂട്ട് നോട്ട്. അപ്പോൾ വാട്ട് ആർ ദ പാർട്സ് എന്ന് വെച്ചാൽ വാട്ട് ആർ ദ ഫങ്ഷണൽ പാർട്ട് ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ. ഈ ഓർഡർ തന്നെയാണ് അയക്കണം. ഇടയ്ക്ക് മുറയ്ക്ക് ഇങ്ങനെ മാറ്റിടും, അപ്പോഴത്തേക്ക് അറിഞ്ഞുകൊണ്ട് അവിടെ വരേണ്ടതാണ്. അപ്പോൾ ഓർഡർ തന്നെ അറിയണം. ടേബിൾ നമ്പർ, ടൈറ്റില്, ക്യാപ്ഷൻ, ഇവിടെ വിട്ടുപോയത് ഞാൻ നോക്കിക്കോണം, സ്റ്റബ്, ബോഡി ഓഫ് ദ ടേബിള്, യൂണിറ്റ് ഓഫ് മെഷർമെന്റ്, സോഴ്സ് നോട്ട്, ലാസ്റ്റ് ഫൂട്ട് നോട്ട്. അപ്പോൾ വാട്ട് ആർ ദ പാർട്സ്? ടേബിൾ നമ്പർ ഉണ്ടാവണം, ടൈറ്റിൽ ഉണ്ടാവണം, ക്യാപ്ഷൻ ഉണ്ടാവണം, സ്റ്റെപ്പ് ഉണ്ടാവണം, ബോഡി ഓഫ് ദ ടേബിൾ ഉണ്ടാവണം, യൂണിറ്റ് ഓഫ് മെഷർമെന്റ് നടക്കണം, സോഴ്സ് നോട്ട് ഉണ്ടാവണം, ഫൂട്ട് നോട്ട്. അപ്പൊ ഈ നാലെണ്ണം ഒന്നുകൂടെ പറയും. വാട്ട് ഈസ് ടെമ്പറൽ ക്ലാസിഫിക്കേഷൻ? ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ഓൺ ദ ബേസിസ് ഓഫ് ടൈം ഈസ് കാൾഡ് ടെമ്പറൽ ക്ലാസിഫിക്കേഷൻ ഓർ chronological classification. Example, hours, week, month, year, days. What is spatial classification? Classification of data on the basis of geographical area is called spatial classification. Example, countries, state, cities, district. What are the functional part of a statistical table? Table number, title, caption, stub, body of the table, unit of measurement, source note, footnote.